ാർത്ഥത്തിന് വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്തിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റും. അവിടുത്തെ തിരുസന്നിധിയിൽ ഈ നിലയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മുഖാന്തരം ഒരുക്കിയെന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയുവാനായിട്ട് അവകാശമില്ല. എല്ലാം അവിടുത്തെ തിരിഹിതം പ്രകാരമാണല്ലോ കർത്താവേ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ആ നിലയിൽ സ്വർഗത്തിലെ ദൈവം ഈ നിലയിൽ വരുവാൻ അവിടുന്ന് മുഖാന്തരം ഒരുക്കി അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മരണം, വേർപാട് അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ആ നിലയിൽ കഴിഞ്ഞ ദിവസം പ്രിയ കർത്തദാസിയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് അവിടുന്ന് പ്രസാദം തോന്നി. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദീർഘനാൾ കർത്താവ് ഈ ഭൂമിയിൽ കർത്താവിനെ സേവിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് നൽകിയ ആ വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കയറി വരിക എന്നുള്ള ആ സ്വർഗത്തിലെ ശബ്ദം കഴിഞ്ഞ ദിവസം കേൾപ്പാനും കർത്താവിൻ്റെ മാറിലേക്ക് അവിടുത്തെ ദാസിയെ ചേർത്തണിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിനവിടുന്ന് പ്രസാദം തോന്നി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദാസിയുടെ വേർപാട് കർത്താവിൻ്റെ ദാസൻ തമ്പി സാറിന് അത് വളരെ വേദനകരമാണ്. തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും വേദനകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ അതിൻ്റെ മധ്യേ ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രകാരം അവിടുത്തെ വാഗ്ദത്ത പ്രകാരം അവിടുത്തെ ദാസിയെ മുന്നേ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കും നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം അവിടുത്തെ ദാസിയെ നല്ലൊരു യാത്രയപ്പ് നൽകി അവിടുന്ന് സംസ്കരിക്കേണ്ടതായ ആവശ്യമുണ്ടല്ലോ കർത്താവ്. ആകിയാൽ കർത്താവത്തോട് നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ വേർപാട് നിമിത്തം ദുഃഖിച്ചിരിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ആശ്വാസം നൽകി സമാധാനം നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയദാസിയുടെ ആ ശവസംസ്കാരമുള്ള ബന്ധത്തിൽ ദൂരത്തുനിന്നും ചാരത്തുനിന്നും അനേകർ കടന്നു വരേണ്ടതുണ്ട്. കർത്താവ് അവർ തക്ക സമയത്ത് കടന്നു വരുവാനും ശുശ്രൂഷകളെല്ലാം അതിമനോഹരമായി അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം പ്രകൃതിയെ ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ചരുവാൻ തക്കവണ്ണം അവിടുന്ന് മതിയായനായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടക്കുന്ന ശുശ്രൂഷകളെ അവിടുത്തെ തിരുക്കരങ്ങളിൽ വഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ കർത്താവ് ദുഃഖിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്ക് അവിടുന്ന് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാലും നന്ദിയോടെ സ്തോത്രം. മാനവത്വം പങ്കെടുക്കണമേ. സാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വെച്ച ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയുമായ അപേക്ഷിച്ചു കൊള്ളുന്നു. അവൻ അതതിന്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്യുന്ന ദൈവമാണ്. മാതാവിനോട് ബന്ധപ്പെട്ട് പ്രിയദാസിക്ക് കർത്താവ് കൊടുത്ത സമയം ശുശ്രൂഷ തികച്ച് കർത്താവിന്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലോട്ട് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ പ്രിയ വാത്സല്യ മാതാവിന്റെ മൂത്ത മകൻ ബാബു വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരിയാണ്. ആ നിലയിലാണ് അനേക വർഷങ്ങളായിട്ട് ആത്മീക ബന്ധവും ശാരീരിക ബന്ധവും പുലർത്തുവാനായിട്ട് ഇടയായിട്ട് കഴിഞ്ഞ അനേക നാളുകൾ ഈ അമ്മച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നിലയിൽ ദൈവത്തിന് പ്രസാദമായി തമ്പിസാറിനും മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, കുടുംബങ്ങൾക്ക്, സഭാവിശ്വാസികൾക്ക്, അറിയപ്പെട്ടവർക്ക് ആവശ്യമായ ദൈവകൃപ അവിടുന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ വളരെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും 2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. 116 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം
യഹോവയ്ക്ക് വിലയേറിയത് ആണ്. 32-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ആദ്യം വായിച്ച വാക്യത്തില് സംഗീതക്കാരൻ ഓർപ്പിക്കുകയാണ്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവത്തിന് ഏറ്റവും വിലയേറിയ, ദൈവം ഏറ്റവും വിലമതിക്കുന്നതായ മരണമാണ് തന്റെ ഭക്തന്മാരുടെ മരണം എന്ന് പറയുന്നത്. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഒരു ഭക്തയായിട്ട് തീരുവാനായിട്ട് ദൈവം വലിയ ഭാഗ്യം കൊടുത്തു. അതാണ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സാധിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. മാനുഷികമായിട്ട് ഈ മരണത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു മരണം എന്നുള്ള നിലയിൽ അതിന്റെ വേദനയും ദുഃഖവും ഒക്കെ ഒരു വശത്തുണ്ട് എന്ന് വരികയും, മറുവശത്ത് നാം വിലയിരുത്തും ഇതും ഒരു ഭാഗ്യകരമായ മരണമാണ്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അനേകം ആളുകൾ രോഗത്താൽ ഭാരപ്പെട്ട് കിടന്ന് അനേക വർഷങ്ങൾ ഒക്കെ കിടന്ന് ശാരീരികമായിട്ട് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മരണമെന്ന് നമുക്ക് തോന്നാമെങ്കിലും മാനുഷികമായിട്ട് നാം ചിന്തിക്കലും അതിനും ഒരു അനുഗ്രഹമുണ്ട്, ഒരു ഭാഗ്യകരമായ കാര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ മാനുഷികമായിട്ടുള്ള ഒരു ഭാഗ്യത്തെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നാം ഇവിടെ വായിക്കുന്നതാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ, ലംഘനം ക്ഷമിച്ചു കിട്ടിയവൻ, പാപം മറച്ചു കിട്ടിയവൻ, അവളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അങ്ങനെ ലംഘനം ക്ഷമിച്ചു കിട്ടിയ, പാപം മറച്ചു കിട്ടിയ ഒരു വിശുദ്ധന്റെ മരണത്തെ കുറിച്ചാണ് നാം ആദ്യം വായിച്ചു കേൾക്കുവാനായിട്ടിടയായിത്തീർന്നത്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഈ വാത്സല്യ മാതാവിന്റെ മരണം കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടുകൂടിയ സമയത്ത് കർത്താവ് പ്രിയദാസയ്ക്ക് അനുവദിച്ച സമയമായപ്പോൾ പ്രിയപ്പെട്ടവരുടെ കർത്താവിന്റെ സന്നിധിയിലോട്ട് ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ മരണം ഏറ്റവും ഭാഗ്യകരമായ വിലയേറിയ മരണമാണ് എന്ന് പറയുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, പാപം ക്ഷമിച്ചു കിട്ടിയവളായിട്ട്, ലംഘനം ക്ഷമിച്ചു കിട്ടിയവളായിട്ട് പ്രിയ അമ്മച്ചിക്ക് തീരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ ഭക്തയായിട്ട്, ദൈവത്തിന്റെ വിശുദ്ധയായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ചെയ്യുന്നതായ പ്രാർത്ഥനകളോ പാട്ടുകളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ പറയുന്നതായ അനുസ്മരണങ്ങൾ ഒന്നും തന്നെ പ്രിയ അമ്മച്ചിയുടെ ആത്മാവിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുവാനുള്ളതല്ല, ആ മോക്ഷത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് സുവിശേഷത്താൽ ലംഘനം ക്ഷമിച്ചു കിട്ടിയത് കൊണ്ട്, പാപം മറച്ചു കിട്ടിയത് കൊണ്ട്, ദൈവത്തിന്റെ വിശുദ്ധയായിട്ട് തീർന്നത് കൊണ്ട്, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോട് അടുത്ത സമയത്ത് കർത്താവ് പ്രിയ മകളെ വിളിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് ഇടയായി, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാനായിട്ട് ഇടയായി. ആശ്വാസത്തിന്റെ സ്ഥാനത്ത്, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പ്രയാസമില്ലാത്ത ആ കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാനായിട്ടിടയായി. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ശാരീരികമായിട്ടുള്ള പല നിലയിലുള്ള വേദനകൾ, കണ്ണിന്റെയൊക്കെ അസഹ്യമായിട്ടുള്ള വേദനകൾ ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ ശാരീരികമായ പല ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടടുത്ത സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ദുഃഖമില്ലാത്ത, വിലാപമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ നിത്യാനന്ദത്തിന്റെ പരദേശയിലേക്ക് പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ ചേർക്കുവാനായിട്ടിടയായി. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നതായ ഒരു കാര്യവും പ്രിയപ്പെട്ടവരുടെ മോക്ഷത്തിന് വേണ്ടി, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളതല്ല എന്നുള്ളതും ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവൾ എങ്ങനെയാണ് ഭാഗ്യവതിയായിട്ട് തീർന്നത്? പാപം ക്ഷമിച്ചു കിട്ടി, ലംഘനം ക്ഷമിച്ചു കിട്ടി, ദൈവത്തിന്റെ ഭക്തയായിട്ട് തീർന്നു. എങ്ങനെ അതിന് സാധിച്ചു? ഒരൊറ്റ കാര്യം, അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ സ്നേഹിച്ചപ്പോൾ
സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ട് അയച്ചു. പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിച്ച് നിത്യമായ നരകത്തിലോട്ട് മാത്രം പോകുവാൻ യോഗ്യതയുള്ള, അർഹതയുള്ള മനുഷ്യവർഗത്തെ സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചപ്പോൾ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അയച്ചു, ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് അയച്ചു, പാപമോചനത്തിനായിട്ട് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിന്റെ ശമ്പളമായ മരണം, പാപത്തിന്റെ ശിക്ഷയായ നിത്യമായ നരകം, പാപത്തിന്റെ ന്യായവിധിയായ നിത്യമായ ശിക്ഷ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി. അതാണ് കാൽവറിയിലെ ക്രൂശിലെ ക്രൂശുമരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിലൂടെ ആളുകൾ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ദുഃഖവെള്ളിയാഴ്ച വരും, ഒരു ഈസ്റ്റർ വരും. ആ ദുഃഖവെള്ളിയാഴ്ച ദിവസം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി. പാപം ക്ഷമിച്ചു കൊടുത്ത്, ലംഘനം ക്ഷമിച്ചു കൊടുത്ത് അവനെ ഭാഗ്യവാനാക്കി തീർക്കുവാൻ, ദൈവത്തിന്റെ ഭക്തയാക്കി, ദൈവത്തിന്റെ വിശുദ്ധയാക്കി തീർക്കുവാൻ കർത്താവ് ക്രൂശിന്മേൽ മരിക്കുവാനാക്കിടയായി. പാപത്തിന് പരിഹാരം വരുത്തി, മരണത്തെ ജയിച്ചു, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, സുവിശേഷം പറയുന്നു, യേശു കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിന്റെ ഭക്തയായിട്ട് തീരാം, ദൈവത്തിന്റെ വിശുദ്ധയായിട്ട് തീരാം, ലംഘനം ക്ഷമിക്കപ്പെട്ടവളായി, പാപം മോചിക്കപ്പെട്ടവളായി തീരുവാനായിട്ട് സാധിക്കും. പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തിൽ സാധിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവൾ ജീവിച്ചിരുന്നതായ സമയത്ത്, ജീവിച്ചിരുന്ന സമയത്ത് ഈ യേശു കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, യേശു കർത്താവ് പ്രിയപ്പെട്ടവളുടെ ജീവിതത്തില് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിനായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രിയപ്പെട്ടവൾ വിശ്വസിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവൾ ഭാഗ്യവതിയായിട്ട് തീർന്നു, ലംഘനം ക്ഷമിക്കപ്പെട്ടവളായി, പാപം മോചിക്കപ്പെട്ടവളായിട്ട് തീർന്നു, ദൈവത്തിന്റെ ഭക്തയായിട്ട്, ദൈവത്തിന്റെ വിശുദ്ധയായിട്ട് തീർന്നു. അങ്ങനെയുള്ള മരണത്തെ കുറിച്ചാണ് നാം ആദ്യം വായിച്ചത്. തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാകുന്നു, യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മരണമാണ് പാപമോചനം പ്രാപിക്കാത്തവന്റെ മരണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മരണമാണ് ഈ ഭൂമിയിൽ മരിച്ച് നിത്യമായ നരകമെന്ന രണ്ടാം നരകത്തിലോട്ട് പോകുന്നവന്റെ, മരിക്കുന്നവന്റെ മരണത്തിലും ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള മരണമാണ് ഈ ഭൂമിയിൽ ശരീരത്തിൽ മരിക്കുന്നു എന്ന് വരികയും നിത്യമായ സ്വർഗത്തിലോട്ട് പോകുന്ന, നിത്യമായ ജീവനിലോട്ട് പോകുന്ന ഒരു ദൈവഭക്തിയുടെ മരണം ദൈവത്തിന് പ്രസാദമുള്ള മരണമാണ്. എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ആ ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം വരുത്തി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ, പാപം മോചിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ചേർക്കുവാൻ, ഭാഗ്യവാന്മാരായി തീർന്നവരെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് മധ്യാകാശത്തിൽ മടങ്ങി വരുമ്പോൾ ഈ അമ്മച്ചിയും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അനേക വിശുദ്ധന്മാർ മരിച്ചു മൺമറഞ്ഞു പോയവർ അവിടെ കല്ലറകൾ തുറന്നിട്ട് കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ സ്വർഗത്തിലോട്ട് എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ദൈവത്തിന്റെ പ്രത്യാശ. പാപം മോചിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശയത, ദൈവഭക്തിയായി തീർന്നവരുടെ പ്രത്യാശയതാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശയോടുകൂടെ ഈ വാത്സല്യ മാതാവിന്റെ ഫ്യൂണറൽ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കാം. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ പ്രിയമ്മച്ചിയുടെ ബന്ധുമിത്രാദികളായി, ചാർച്ചക്കാരായിട്ട്, അയൽവാസികളായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആരെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധയായിട്ട്, പാപം മോചിക്കപ്പെടാത്തവളായി, ലംഘനം ക്ഷമിക്കപ്പെടാത്തവളായിട്ട്, ദൈവത്തിന്റെ ഭാഗ്യവതിയായി തീരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് വരികിൽ ഇന്ന് കേട്ടതായ ദൈവോനത്തിന്റെ കേൾവിയും തുടർന്ന് കേൾക്കുവാൻ പോകുന്ന സന്ദേശങ്ങളിലൂടെയും ആ കർത്താവിനെ വ്യക്തിപരമായി വിശ്വസിച്ച് പാപം മോചിക്കപ്പെട്ടവളായി, ദൈവത്തിന്റെ ഭക്തന്മാരായി, ഭക്തകളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെ, ഈ വലിയ പ്രത്യാശയോടും കൂടെ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിന്റെ നാമം ഇതിനാലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രതിഫലം നമുക്ക് സന്നിധാനം.
വന്നിടാനായി പ്രതിഫലം നമുക്ക് തന്നിടാനായി കർത്താവ് വന്നിടാനായി പ്രതിഫലം നമുക്ക് തന്നിടാനായി കഷ്ടതയൊന്നുമില്ല പട്ടിണി തെല്ലുമില്ല കഷ്ടതയൊന്നുമില്ല പട്ടിണി തെല്ലുമില്ല ദുഷ്ടജനമാരും അവിടെ വരികില്ല ദുഷ്ടജനമാരും അവിടെ വരികില്ല കർത്താവ് വന്നിടാറായി പ്രതിഫലം നമുക്ക് തന്നിടാനായി നീകെ വന്നിടുന്ന ഇന്നീകെ വന്നിടുന്ന ഒന്നും ആവേടില്ല ഒന്നല്ലോ നാമല്ല ഒന്നും ആവേടില്ല ഒന്നല്ലോ നാമല്ല കർത്താവ് വന്നിടാറായി പ്രതിഫലം നമുക്ക് തന്നിടാനായി വാഴുന്ന മല്ലിടത്തിൽ അന്നാളിൽ മല്ലവല്ല വാഴുന്ന മല്ലിടത്തിൽ അന്നാളിൽ മല്ലവല്ല താഴുമാരീകണോ ആതൽ ഭരണത്തിൽ താഴുമാരീകണോ ആതൽ ഭരണത്തിൽ കർത്താവ് വന്നിടാറായി പ്രതിഫലം നമുക്ക് തന്നിടാനായി പുതുടൽ ധരിച്ച് പ്രതിഫലം പ്രാപിച്ച് പുതുടൽ ധരിച്ച് പ്രതിഫലം പ്രാപിച്ച് പുരുഷാലം പുരിയത് കാണും നാം എല്ലാരും പുരുഷാലം പുരിയത് കാണും നാം എല്ലാരും കർത്താവ് വന്നിടാറായി പ്രതിഫലം നമുക്ക് തന്നിടാനായി കാലങ്ങളില്ല നാളുകൾ നീളുമില്ല കാലങ്ങളില്ല നാളുകൾ നീളുമില്ല കാന്തനവൻ വരും ഒരുങ്ങിടാം പ്രിയരേ കാന്തനവൻ വരും ഒരുങ്ങിടാം പ്രിയരേ കർത്താവ് വന്നിടാറായി പ്രതിഫലം നമുക്ക് തന്നിടാനായി ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. പ്രിയദാസിയെ താൻ ഏതൊരു കർത്താവിൽ പ്രിയം വെച്ചുവോ ആ കർത്താവിന്റെ സൗദത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന് പ്രസാദം തോന്നി അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ പ്രിയ ഭവനമായിട്ട് ഏകദേശം 27 വർഷത്തെ ബന്ധത്തിൽ പരിചയപ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചു. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ സ്ഥലസഭയിലെ മനുഷ്യ സാറിന്റെ മകളെയാണ്. അതേ തുടർന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ താഴെയുള്ള സഹോദരിയെ ഈ പ്രിയ ഭവനത്തിൽ പ്രിയ അമ്മച്ചിയുടെ മൂത്ത മകൻ ബാബു വിവാഹം കഴിക്കുവാനായിട്ടിടയായി. ഞാൻ വിവാഹം കഴിച്ച നാൾ മുതൽ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നാലും ഞങ്ങൾ കുടുംബമായിട്ട് വരുന്നതായ 2 ഭവനമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തമ്പി സാറിന്റെ ഭവനവും അതോട് ചേർത്ത് എൽ ജോസഫ് സാറിന്റെ ഭവനത്തിലും ഞങ്ങൾ കഴിയുന്നത്ര പോയി ഈ പ്രിയപ്പെട്ടവരെ കാണുമായിരുന്നു. എന്നാൽ ഈ പ്രിയ ഭവനത്തിൽ വരുമ്പോൾ വളരെ സ്നേഹത്തോടെ എന്നേക്കാൾ പ്രിയാമ്മച്ചയേക്കാൾ ഏറെ താഴെ വയസ്സുള്ളവരാണ് ഞാനെങ്കിലും ജെയിംസ് സഹോദര എന്ന് മാത്രമേ എന്നെ ഏതൊരു സമയത്തും പ്രിയ വിളിച്ചു വിളിക്കാറുള്ളൂ. പ്രിയ
ഇതിൽ നിന്ന് അനേക കാര്യങ്ങൾ പ്രിയ മാതാവ് ചെയ്തായ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ചുറ്റുപാടുകൾ കർത്താവിന്റെ വചനം അറിയിക്കുവാൻ തക്കവണ്ണം, ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ കുടുംബത്തെ വലിയവനായ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം പലപ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകും, ഇത്ര പെട്ടെന്ന് എന്നുള്ളത് ഒക്കെ നമ്മുടെ ചിന്തയിലുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിന് അങ്ങനെയാണ് പ്രസാദം തോന്നിയത്. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമം എന്ന് നാം വായിക്കുവാൻ ഇടയാകുന്നു. ആ അത്യുത്തമമായ സ്ഥാനത്തേക്കാണ് പ്രിയ ദാസി കടന്നുപോയിരിക്കുന്നത്. പ്രിയ സൈമൻ ഓർപ്പിച്ചു, ഞങ്ങളിവിടെ ചെയ്യുന്ന യാതൊരു ശുശ്രൂഷകളും ഈ പ്രിയ അമ്മച്ചിയോടുള്ള ബന്ധത്തിലല്ല, എന്നാൽ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ. ഞങ്ങൾ ഓർപ്പിക്കട്ടെ, നാം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 താഴേക്കുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഒന്ന് ധനവാനായ ഒരു വ്യക്തിയും, രണ്ട് ലാസർ എന്ന് പറയുന്നതായ ഒരു ദരിദ്രനായ വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ധനവാനെ കുറിച്ച് പറയുന്നത് അവന്റെ പേര് ആ രീതിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടയായില്ല എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്. എന്നാൽ ആ പാവപ്പെട്ട വ്യക്തിയോടുള്ള ബന്ധത്തിൽ, ദരിദ്രനായ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലാസർ എന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായ വലിയ സത്യം അവിടെ അത് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാൻ കണ്ണുടയാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അത് അങ്ങനെ തന്നെ എന്ന് പറയുവാൻ തക്കവണ്ണം അത് അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. പലപ്പോഴൊക്കെ മരണത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? പലരും പറയുന്നത് പുനർജന്മം പ്രാപിക്കും, പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നൊരിക്കലും മരണത്തിന് ശേഷം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന് സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥയിലേക്ക്. ധനവാനായ ആ വ്യക്തി വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് കടന്നു പോയപ്പോൾ ദരിദ്രനായ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ പരദീസയിലേക്ക് പോയതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഈ പ്രിയ അമ്മച്ചിയും ഞങ്ങൾ ഒരു ദിവസം കാണും. ആ പ്രിയ അമ്മച്ചിയെ കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന വലിയൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. പ്രിയ പിതാവ് തമ്പിസാറിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും ആ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടെയാണ് ഞങ്ങൾ പ്രിയ അമ്മച്ചിയെ മറയുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഇന്ന് പലകാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷ മുഖാന്തരമായിട്ട് ചിലര് നിത്യത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ പ്രിയ തമ്പിസാറ് പ്രാർത്ഥിക്കും. അതിനുശേഷം മൃതദേഹം 6-ാം ബ്രദറിന്റെ സഭാഹോളിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ശുശ്രൂഷ ഏകദേശം 11:30 കഴിഞ്ഞ് തുടർന്ന് ഈ ദിനത്തൊട്ട് അരികിൽ തന്നെ തയ്യാർ ചെയ്തിരിക്കുന്നതായ സ്ഥലത്ത് വെച്ച് പ്രിയമാതാവിനെ അടക്കം ചെയ്യുന്നതാണ്. എല്ലാ കാര്യത്തിലേക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സഭാഹോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചു മൃതദേഹം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഈ ബ്രദറൻ സഭാഹാളിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 11 മണി വരെ അവിടെ ഇതേപോലെ പാട്ട്, പ്രാർത്ഥന, സാക്ഷ്യം ഇങ്ങനെ ഏതാണ്ട് അതുവരെ നടക്കും. അതിന് ശേഷം തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന വളപ്പിൽ തന്നെ ശവമടക്ക ശുശ്രൂഷ ചെയ്യുന്നതാണ്. 11 മണിക്ക് വന്നാൽ അവിടെയും ഇതുപോലെ ഒരു ചെറിയ പ്രസംഗവും പ്രാർത്ഥനയും ഒക്കെ നടത്തി ശവമടക്ക ശുശ്രൂഷ ചെയ്യും. അതിനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വെച്ച് തന്നെ ചെയ്യാനുള്ള സ്ഥലവിസ്താരം കുറവ് കൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് തന്നെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എവിടെയും ദൈവ സാന്നിധ്യം നൽകും ദൈവമുണ്ട് എന്നുള്ളത്. വിശുദ്ധന്മാർ കൂടുന്നതിൻ്റെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് കൽപ്പിച്ചിട്ടുള്ള കർത്താവ്
ഇവിടെയും അവിടെയും എവിടെയും ഒരുപോലെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതമുണ്ട്. സ്ഥലം സൗകര്യത്തിന് വേണ്ട വിധത്തിൽ ദൈവത്തിന്റെ ഹാളുണ്ട്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോകുന്നെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ വിളപ്പിൽ തന്നെ കൊണ്ടുവന്ന് ഈ പറമ്പിൽ തന്നെ കൊണ്ടുവന്ന് അടക്ക ശുശ്രൂഷയും സെമിത്തേരി ഇല്ലാഞ്ഞിട്ടല്ല, പാറാമല് ഞങ്ങൾക്ക് സെമിത്തേരി ഉണ്ട് പൊതുവായിട്ടുള്ള ഇത്. എന്നാൽ അവിടെ അല്ല എൻ്റെ മണ്ണിൽ എൻ്റെ അടക്കണം, ഇവിടെ ജനിച്ചു വളർന്നെടുത്തുനിന്ന് തന്നെ അടക്കണം എന്നുള്ള അവരുടെ പ്രത്യേക താല്പര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ചും ചെയ്യുന്നതാണ്. എല്ലാവരെയും ആ ശുശ്രൂഷകൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നത് അടുത്തുള്ളവർക്കറിയാം. ഞങ്ങൾ അല്പം തെല്ലർത്ത് എഴുന്നേറ്റാലും വെളുപ്പിനെ എഴുന്നേറ്റാലും ഞങ്ങൾ രണ്ടുപേരും പാട്ടുപാടി പ്രാർത്ഥിക്കുന്നവരാണ്. അതിന് മുടക്കം വരാതെ. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയും പ്രാർത്ഥിച്ചു. സന്തോഷമായി ആരാധനാ സ്ഥലത്ത് പോയി അവിടെ ആഗ്രഹപ്രകാരം എല്ലാവരും കൂടി പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയം എനിക്ക് പിതാവിൻ്റെ സന്നിധിയിൽ പോകണം എന്ന് പറഞ്ഞു. എന്തായാലും അവളുടെ താല്പര്യം ദൈവം സാധിച്ചു എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രാർത്ഥന കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് ഒത്തൊരുമിച്ചിരുന്നത് അവസാനിച്ചു. ഈ ഭൂമിയിൽ വെച്ചിപ്പോൾ ഞാൻ അവളുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ജഡമാണ്. യഥാർത്ഥം ഞാൻ എന്ന് പറയുന്ന ആത്മാവ് അവളിൽ നിന്ന് നിത്യതയിൽ പോയിരിക്കുകയാണ്. എന്നാൽ ഈ ഭവനത്തിൽ വെച്ച് ഒന്നുകൂടെ ഈ ശരീരത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ബാക്കി ശുശ്രൂഷകൾ അനുഗ്രഹകരമായി നടക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും എല്ലാ ശുശ്രൂഷയ്ക്കും സഹകരിക്കാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. കൃപയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു നാമത്തിന് നദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 1969 നവംബർ മാസം ഒടുവിലായിട്ട് 29-ാം തീയതി തൊട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് ചേരുവാൻ ഇടയായിട്ടുണ്ട്. അതുമുതൽ കർത്താവെ ഇതുവരെയും ഞങ്ങൾക്കൊത്തൊരുമിച്ച് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആശ്വാസവാക്ക് പറയുവാൻ, തിരുവചനത്തിൽ നിന്ന് പരസ്പരം പറഞ്ഞ് പഠിക്കുവാൻ ആവോളും ഈ പ്രദേശത്തുള്ള അവിടങ്ങൾ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട്. കർത്താവേ, ഇതിനൊക്കെ തന്നെ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അടിയൻ പ്രിയപ്പെട്ടവളുടെ ജഡത്തിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവൾ നിശ്ചലയായി കിടക്കുന്നു. അടിയൻ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഇനിയും ഞങ്ങൾ നിത്യതയിൽ ഒന്നിച്ചു കാണും. ഞങ്ങളെ ചേർത്തുകൊള്ളും. അന്ന് പിന്നെയും ഞങ്ങൾ ഒന്നിച്ച് കാണും എന്നുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവദൂതന്മാരുടെ പാട്ടും സ്തുതികളും പ്രാർത്ഥനയും ഒക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ശാന്തരായി ഒന്നുപോലെ അവിടെ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് കർത്താവേ, അവിടുത്തെ ഇത്രത്തോളം സഹായിച്ചിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടക്ക ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള അടിയന്റെ ബന്ധുമിത്രാദികൾ കോട്ടയത്തു നിന്നും മറ്റെല്ലാ സ്ഥലത്തു നിന്നും കടന്നു വന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ ചുറ്റുപാട് ഈ പ്രദേശത്തുള്ള അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരായുള്ളവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവളെ കൊച്ചിലേക്ക് ശുശ്രൂഷിച്ച് അവളുടെ സഹോദരന്റെ ഭാര്യയൊക്കെ വന്ന് സംബന്ധിക്കുന്നു. ബന്ധുമിത്രാദികൾ കൂടുന്നു. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തുടർന്നുള്ള ശുശ്രൂഷ കർത്താവെ എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരുടെ ശരീരം ഞങ്ങൾ ആ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അനന്തര ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നടക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ, വിട്ടുപിരിഞ്ഞു ഈ ഭൂമിയിൽ വെച്ച് നീ നോക്കുവില്ല കാണുവാൻ എന്നുള്ളതിലുള്ള
ദുഃഖമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് അടക്കമില്ലാത്ത ദുഃഖമല്ല. എന്നാൽ കർത്താവേ, അടിയന്റെ മറ്റുള്ളവർക്കും വേണ്ടി ആശ്വാസം നൽകണം. കർത്താവ് സഹായിക്കണം. എല്ലാ ആശ്വാസത്താലും നിറയ്ക്കണമേ. മാനവും മഹത്വവും തിരുമേനി ഇരിക്കട്ടെ. എല്ലാം അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു താൻ. ഭക്തർ ഭവനേ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. മൺമയമാമീയുലകിൽ കാൺമതുമായ വൻമഹിമ ധനം സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനിയും പോകും. 7-10 ഏറെയായാൽ
80 മാത്രം. നീളുമായുസ്സതു നിനച്ചാൽ കട്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്ത ദേശം കേവലം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തോടെ മാറാട്ടെ. കൃഷ്ണമ്മ ചേച്ചിയുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിൽ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, സുവിശേഷന്മാർ, അവർക്കെല്ലാവർക്കും ആറാമട ബ്രദർ സഭാ ഹാളിൻ്റെയും തമ്പിസോറിൻ്റെ കുടുംബത്തോടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ നാമം പാട്ടോട് മാറട്ടെ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ ദൈവസന്നിധിയിലേക്ക്, ദൈവസഭയിലേക്ക് ഈ ക്രിസ്മസോരുടെ മൃതശരീരവുമായിട്ട് ഇവിടെ വിൽക്കുവാനായിട്ട് കാരണമായി തീർന്നത് 2-3 പേർ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ആയരുടെ മധ്യ ഉണ്ടെന്ന് ഭക്ത കർത്താവ് നമ്മുടെ മധ്യ ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ സമയം ഇവിടെ ആയിരിക്കുന്നത്. കൃഷ്ണമ്മ ചേച്ചി കഴിഞ്ഞ 73 വർഷം ഈ ലോകത്ത് ജീവിച്ചു. ഇവിടെയുള്ള എസെക്കിയേൽ സാർ മുഖാന്തരമാണ് ഈ യേശു ക്രിസ്തുവിനെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ ദൈവാലയത്തിൽ ഈ ശുശ്രൂഷ നടത്തുവാനുമായിട്ട് ദൈവം ഇടാക്കി തീർത്തത്. മാത്രമല്ല, ക്രിസ്തുവിൽ മരിക്കുന്നത് നിത്യ ഭാഗ്യമാണ്. ഈ ഭാഗ്യവശലേക്ക് ദൈവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. എന്നാൽ ആ ക്രിസ്തുവിൽ മരിക്കുന്നവർ മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം നൽകുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന സമയത്തിൽ ഈ സഭാ ഹാളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്താണ് കുഴഞ്ഞ് വീണത്. വീണ സമയം തന്നെ ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും കടന്നു വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും അവിടെ വച്ച് മരണമേൽക്കുവാനും ഇവിടെയായി. എന്നാൽ ഈ ദുഃഖസമയത്തിൽ ആശ്വാസം പകരുവാനായിട്ട് ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദുഃഖത്തിലും കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവവചനം മുഖാന്തരം ആശ്വാസം ലഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കണം. മാത്രമല്ല, തമ്പിസാറിൻ്റെ കുടുംബം ഈ ദൈവസഭയ്ക്കും ഈ ദേശത്തിനും വിശ്വാസികൾക്കും വളരെ മാതൃകയുള്ളതായിരുന്നു. മാത്രമല്ല, തമ്പിസാറിൻ്റെ കുടുംബത്തിലുള്ള എല്ലാ 3 മക്കളും 3 മരുമക്കളും കൊച്ചുമക്കളെയും കാണുവാനുള്ള ഭാഗ്യം ഈ കൃഷ്ണമ്മ ചേച്ചിക്ക് ലഭിച്ചു. മാത്രമല്ല, വളരെ ക്ഷീണങ്ങൾ കൊണ്ടായാലും യോഗത്തിന് വരുവാനായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ നടന്നു വരികയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇളയ മകൻ ബൈക്കിൽ കൊണ്ടുവന്ന് മുൻവശത്തിയിടും. അവിടെ നിന്ന് നടന്നാണ് അകത്ത് വരുന്നത്. അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവമക്കളെ സ്നേഹിക്കുകയും ദൈവസഭയെ സ്നേഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ നിത്യമായ സ്വർഗത്തേക്ക് ദൈവം എടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കൃഷ്ണ ചേച്ചിയുടെ ആഗ്രഹം ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ വേണം
പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേണം ദൈവസന്നിധിയിലേക്ക് പോകുവാൻ എന്നുള്ള ആഗ്രഹം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം തമ്പിസാട് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കൾ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണം, ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് മരിക്കേണ്ടത് എന്നുള്ള ആഗ്രഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു രോഗമായിട്ടൊന്നുമില്ല, വളരെ ആരോഗ്യത്തോട് ശനിയാഴ്ച നേരത്തെ തന്നെ കുളിച്ച് സമയത്തിന് ഒരുങ്ങി വളരെ തൃപ്തികരമായ ജീവിതത്തോടെയാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. കടന്നു വന്ന സമയത്തിൽ ദൈവം തൻ്റെ മകളെ വളരെ വ്യക്തമായിട്ട് വിളിച്ചു സ്വർഗത്തിലേക്ക് ചേർത്തു. തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ്. ഈ ലോകത്ത് ഏറ്റവും വിലയേറിയ കാര്യമായിട്ടുള്ളത് ഭക്തന്മാരുടെ മരണമാണ്. അത് യേശുക്രിസ്തുവിനാൽ സാധിപ്പിച്ചതാണ്. ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഒരു മകളായിട്ട് തീർന്നത് മുഖാന്തരമാണ് അവരുടെ കുടുംബജീവിതം വളരെ അനുഗ്രഹമായിട്ട് തീർന്നത് മാത്രമല്ല, ഈ വലിയ ഭാഗ്യത്തിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആശ്വാസത്തിനും സമാധാനത്തിനും ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്ന് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ വാഴ്ചയെത്തിരണം. അതുകൊണ്ട് ഇനിയുള്ള സമയം അധ്യക്ഷനായിട്ട് ബിനു ശാമുവേൽ ദേവദാസനെ വിളിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെയും അതിന് പ്രകാരം നടക്കുന്നതായിരിക്കും. മാറാകട്ടെ. ദീർഘമായ 73 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവിൻ്റെ സമയമായപ്പോൾ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ധാരാളമായ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാം തന്നെ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ അമ്മച്ചിക്ക് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ആശ്വാസത്തിനു വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അത് പ്രയോജനകരമായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇതും ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അതിന് തടസ്സമായ നിലയിൽ ഒന്നും തന്നെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഒക്കെ ഉള്ളവർ അത് സൈലൻറ്റിലിടുന്നത് ഒരു പക്ഷെങ്കിൽ നന്നായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 1-2 ഗാനങ്ങൾ ആലപിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. ആമോദത്താൽ തിങ്ങിയാശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരു മുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തങ്കത്തിരു മുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ
കൈയുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ച മോദപൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. പൊൻവീണകൾ ധരിച്ച മോദപൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരവർ. പൂർണ്ണ വിശുദ്ധര തീർന്നവരേശു തങ്ക രുധിരത്തിൻ ശക്തിയാലേ. പൂർണ്ണ വിശുദ്ധര തീർന്നവരേശു തങ്ക രുധിരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരവർ. തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരവർ. കയ്യിൽ കുരു തോലയേന്തിട്ടവർ സ്തുതി പാടിട്ടാനം നമോ താർത്തിടുന്നു. കയ്യിൽ കുരു തോലയേന്തിട്ടവർ സ്തുതി പാടിട്ടാനം നമ്മോടാർത്തിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ഗാനം നീപ്പാൻ. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ഗാനം നീപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്.
നവശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനം അങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനം അങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. സ്നേഹമാ സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ശോഭയുള്ളൊരു നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ശോഭയുള്ളൊരു നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി
നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ഭംഗിയേറിയ ആ തീരത്ത് ഭംഗിയേറിയ ആ തീരത്ത്. പോകുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ സാജു തേരന്നൂർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. കൊണ്ട് പ്രാർത്ഥിക്കുക. കരുണയുള്ള ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ കർത്താവും ഏകരക്ഷിതാവുമായിരിക്കയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്. കാലാകാലങ്ങളായി ഞങ്ങളെ വിളിച്ച് വേദനിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്ത മഹാദയയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം ഈ സഭാഹോളിൽ ഈ നിലയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ തന്ന എല്ലാ കൃപയ്ക്കുമായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പ്രിയമാതാവിൻ്റെ വേർപാടോടുള്ള ബന്ധത്തിൽ കർത്താവെ, ഞങ്ങളിങ്ങനെ കൂടി വന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് കാണിച്ച എല്ലാ കൃപയ്ക്കുമായി സ്തോത്രം. കഴിഞ്ഞ ദീർഘനാളുകൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ഈ സലസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ പ്രിയമാതാവിന് ഭാഗ്യം ലഭിച്ചു. അതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കുവാനുള്ളതും അതുമാത്രമാണ്. പ്രിയ തമ്പിസാറിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസന് ആവശ്യമായ എല്ലാ ക്ഷേമവും അവിടുന്ന് ആരോഗ്യവും ബലവും കൊടുത്ത് അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് കുടുംബമായി അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇന്നും ആ നിലയിൽ കർത്താവ് ആദരിക്കുന്ന ദയയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖമുണ്ട് എങ്കിലും ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും വകയുണ്ട്. ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ ആ നിത്യതയിൽ വിശ്രമിക്കുന്ന ആ സന്തോഷം ഞങ്ങൾ ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ലല്ലോ കർത്താവേ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും അതിലുപരിയായി ഞങ്ങൾക്ക് സന്തോഷവുമുണ്ട്. കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത ആ നിത്യനാട്ടിൽ കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ നിലയിൽ അവിടെ നിന്ന് ആദരിച്ചത് കൊണ്ട് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ മക്കളെ, കൊച്ചുമക്കളെ, അതുപോലെ കുടുംബക്കാരെ, ഇന്ന് ദുഃഖത്തിലായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സകല കൃപകളും അനുഗ്രഹങ്ങളും അവിടെ നൽകി മാനിക്കണമേ. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ അവിടെ നിന്ന് ആദരിക്കണമേ. ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. എല്ലാ നിലയിലും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ മുഖാന്തരം ഇവിടെ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും, അതുപോലെ ഇന്ന് കർത്താവെ ജീവിക്കുന്ന ദൈവത്തെ ചിലരൊക്കെയും കണ്ടെത്തുന്ന ദിവസമായി മാറുവാനും അങ്ങ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി സ്വീകരിക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കൾ അങ്ങേ ആരാധിക്കുന്ന ഈ സഭാകോളിൽ ഈ വിധത്തിൽ കൂടി വരുവാൻ ഉണ്ടായ കാരണം അവിടുന്ന് അനാദി ആയ ദൈവം അനാദി കാലങ്ങൾക്ക് മുമ്പേ
നിയമിച്ചിരിക്കുന്നത് കൊണ്ട് തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘനാളുകളാൽ ഈ ഭൂമിയിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കുടുംബമായിട്ടും അങ്ങേ സേവിച്ച് കർത്താവ് നൽകിയിരിക്കുന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോയ അവിടുത്തെ വിലയേറിയ ദാസിയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ നിൻ്റെ തിരുഹിത പ്രകാരം അവിടുത്തെ ദാസിയെ അങ്ങ് തനിക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ചേർക്കുവാൻ അവിടുന്ന് പ്രസാദം തോന്നിയതുകൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രത്യേക സമയത്ത് ഞങ്ങൾ ഈ വാത്സല്യ ഭവനത്തെ ഓർക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളാൽ ഈ സ്ഥലം സഭയോട് ചേർന്ന് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസൻ പ്രിയ തമ്പിസാറിനെയും പ്രിയ നിൻ്റെ ദാസിയെയും മക്കളെയൊക്കെയും അവിടുന്ന് കരുതി കൃപ കൊടുത്തു സഹായിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയപ്പെട്ട അവിടുത്തെ മകളെ നിൻ്റെ ദാസിയെ അവിടുന്ന് ചേർത്തു. അതോർത്ത് കർത്താവെ മാനുഷികമായ നിലയിൽ ദുഃഖവും പ്രയാസവുമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യാശയോടെ അവിടുത്തെ മുൻപിൽ ഇരിക്കുന്ന പ്രത്യേകാൽ അവിടുത്തെ ജനത്തെയും ഈ കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അവിടുത്തെ ദാസിയുടെ കർത്താവെ ശവസംഹാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ഹോളിനുള്ളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവിനാലും അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലും അവിടുത്തെ വിലയേറിയ ദാസന്മാരാൽ ഈ ശുശ്രൂഷ ഫലകരമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവെ നീ സഹായിക്കണം. പ്രാരംഭ സമയം തന്നെ ഇത്രയും അവിടുത്തെ മക്കളെ കൂട്ടിവരുത്തിയത് കൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന ലീഡ് ചെയ്യുന്ന അവിടുത്തെ വിലയേറിയ ദാസന് വേണ്ടുവോളം കൃപ ആത്മാവിനാൽ നൽകണം. പാടുന്ന നിൻ്റെ ദാസന്മാരെ സഹായിക്കണം. അനുശോചനം പറയുന്നവരെയും കർത്താവെ നിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അവിടെ നിന്ന് നിയോഗിച്ച് ഇവിടെ പറഞ്ഞയറ്റിരിക്കുന്ന അവിടുത്തെ വിലയേറിയ ദാസന്മാരിൽ കൂടെയും നിൻ്റെ വചന ശുശ്രൂഷ വളരെ ഫലകരമായി തീരുവാൻ തക്ക നിലയിൽ കർത്താവ് സഹായിക്കണം. അങ്ങനെ ആദിയോടന്തം ഈ പ്രിയ നിൻ്റെ ദാസിയുടെ ശവസംഹാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും വളരെ കൃപ, വളരെ ആത്മാവിൻ്റെ നടത്തിപ്പ് നൽകി വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും ഈ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഇടയാക്കണം എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. സെഫാനോസിൻ്റെ ഭൗതിക ശരീരത്തെ ഭക്തിയുള്ള പുരുഷന്മാർ അതിനെ അടക്കം ചെയ്തു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷയും ഭംഗിയായ നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. മഹത്വമെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും ഏകരക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഓട്ടം തികച്ചു സ്വർഗഗീകി വിരുദിനായി യോഗ്യനാനൻ ഓട്ടം തികച്ചു സ്വർഗഗീകി വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ ശുഭ്രവസ്ത്രധാരിയാൽ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയാൽ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.
ധന്യമായ ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട ഒരു മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിരവധി ഓർമ്മകൾ നമ്മുടെ മനോമുകുരത്തിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ 11:30 മണിയോടുകൂടെ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനു മുമ്പ് ഈ മാതാവിനെക്കുറിച്ച് ചില അനുസ്മരണകളും മാത്രമല്ല ദൈവവചനത്തിൽ നിന്നുള്ള കേൾവിയും ഉണ്ടാകേണ്ടതും ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവരുടെ സമയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കി സംസാരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും അമ്മച്ചിയെക്കുറിച്ച് പറയുവാൻ ഒരുപക്ഷെ മണിക്കൂറുകളോളം പറയുവാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതിന് സംശയമില്ല. എന്നാൽ ഇങ്ങനെ ഒരു വേളയിൽ അധിക സമയം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് അനുസ്മരണ പറയുന്ന പ്രിയപ്പെട്ടവർ 3 മിനിറ്റ് കൊണ്ട് അത് പറയുവാനായിട്ട് ശ്രമിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ ചില പേരുകൾ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സെൽവരാജ് പെരുകാവ്, അതുപോലെ തന്നെ SD ഗിൽബർട്ട്, പ്രിയ സഹോദരന്മാർ മുൻപോട്ട് കടന്നു വന്ന് അനുസ്മരണയായിട്ട് ചില വാക്കുകൾ ഓർപ്പിക്കുന്നതാണ്. സഹോദരന്മാരെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ കർത്തദാസൻ സെൽവരാജ് ആൻഡ് SD ഗിൽബർട്ട്. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാട് നമുക്കെല്ലാവർക്കും വളരെ ദുഃഖമുളവാക്കുന്ന ഒരു വിഷയമാണ് എന്ന് വരികിലും ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയെ ഓർക്കുമ്പോൾ ആശ്വസിക്കുവാനും സമാധാനപ്പെടുവാനും വളരെ വകയുള്ളത് തന്നെയാണ്. പ്രിയ തമ്പി സാറിനോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ എൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ വളരെ അടുത്ത് ഇടപഴകുവാനും ദൈവികമായിരിക്കുന്ന സ്നേഹവും കൂട്ടായ്മയും ധാരാളമായിട്ട് അനുഭവിപ്പാനും ഇടയായിട്ടുള്ള ഒരു കുടുംബമാണ്. ആത്മീയമായിട്ടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ നോക്കുമ്പോൾ എൻ്റെ ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്കും ആത്മീയമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലുള്ള പ്രചോദനത്തിനും എന്ന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിലൊക്കെയും വളരെയധികം എല്ലാ കാര്യങ്ങളിലും വളരെയധികം സ്നേഹത്തോടും കൂടെ വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു കുടുംബമാണ് പ്രിയ കുടുംബം. അനവധിയായിരിക്കുന്ന ഓർമ്മകൾ വരുന്നുണ്ടെങ്കിലും അതെല്ലാം പറയുവാനായിട്ടുള്ള സമയമില്ലല്ലോ. പ്രിയ കർത്തദാസികളുടെ ബന്ധത്തിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് മുമ്പോട്ട് വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കർത്താവിന് വേണ്ടി വളരെയധികം ധീരതയോടുകൂടെ നിന്ന് വിവിധ നിലകളിലുള്ള പോരാട്ടങ്ങളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച സമയത്തും വളരെ കർത്താവിൻ്റെ മുഖത്തിനായിട്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ധാരാളം ദൈവകൃപ ലഭിക്കുകയും ഈ കടന്നു പോകുന്ന സമയം വരെയും ദൈവഭക്തിയോടുകൂടെ ദൈവഭയത്തോടുകൂടെ ജീവിക്കുകയും അനേക നിലകളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസിയാണ്. അനേകരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്നതിനും സഹോദരിമാരുടെ ഇടയിലും അല്ലാതെയുമൊക്കെ ഉള്ള എല്ലാ ശുശ്രൂഷകളിലും വളരെ കൃപയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനും ഇടയായിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിലോട്ടുള്ള ബന്ധത്തിൽ നോക്കുമ്പോഴും അനേക നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ടുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ സാറ് ഞങ്ങളെ പ്രത്യേകിച്ച് സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും സഭയിലുള്ള എന്താവശ്യങ്ങളും അല്ലെങ്കിൽ ദൈവമക്കളുടെ ആവശ്യങ്ങളിലൊക്കെ തന്നെ വന്ന്
ആവോളം അധ്വാനിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. അതിൻ്റെ പിന്നിൽ പ്രിയ ദേവദാസി വളരെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം ഓർക്കുകയാണ്. എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുന്ന അനുഭവം തന്നെ ജീവിതത്തിലുണ്ട്. ആ ഭവനത്തിൽ നിന്ന് രാവിലെയും വൈകിട്ടുമൊക്കെ പ്രിയ സഹോദരിയുടെ പാട്ടുകൾ, ഗീതങ്ങൾ പാടി വളരെ ഉച്ചത്തിൽ തന്നെ പാടി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിലുള്ള ആ സന്തോഷം ചുറ്റുപാടും പാർക്കുന്നവർക്കൊക്കെ അറിയാം ആ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനുള്ള ബന്ധത്തിൽ ആ ഭവനത്തിൽ നിന്ന് കൂട്ടായ്മ അനുഭവിക്കാത്ത, അതിഥി സൽക്കാരം അനുഭവിക്കാത്ത ഒരു വ്യക്തികളും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്നൊഴിച്ചാൽ അനേക സന്ദർഭങ്ങളിൽ ആ ഭവനത്തിൽ നിന്നാണ് ധാരാളമായിരിക്കുന്ന നിലയിൽ സൽക്കാരം അനുഭവിക്കുവാനും അവരുടെ കൂട്ടായ്മ അനുഭവിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളത്. ഞങ്ങളുടെ സഹോദരന്മാരോടുള്ള ബന്ധത്തിലൊക്കെ നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും അവിടെ സാറിൻ്റെ ഭവനത്തിൽ ഞങ്ങളെയൊക്കെ വിളിച്ച് കൂട്ടി ഞങ്ങളെ ആത്മീയമായിട്ട് വളർത്തുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ പറഞ്ഞു തരികയും അവിടെ ഇരുന്ന് ഞങ്ങൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രിയ സഹോദരി ഞങ്ങളെ സൽക്കരിക്കാതെ ഒരിക്കലും വിട്ടിട്ടില്ല. ആ ഭവനത്തിൽ കടന്നു ചെന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, സഹോദരിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അനുഭവിക്കാതെ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് വിടുന്ന ഒരു പതിവ് ഇല്ല. അതുപോലെ ഈ സഭയോടുള്ള ബന്ധത്തിൽ, ആറാമത്തെ സഭയോടുള്ള ബന്ധത്തിൽ അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഏറ്റവും അധികം അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസിയാണ്. അതിൻ്റെ പിന്നിലൊക്കെ വളരെ അധ്വാനം, എല്ലാവിധമായിരിക്കും സന്തോഷത്തോടും കൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുവാനും ധാരാളം അനുഭവിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കർത്താവിലുള്ള പ്രത്യാശയും സന്തോഷവും വളരെയധികം ഉണ്ടായിരുന്നു. ദൈവം തൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായിട്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് മരണകരമായിരിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടാകുന്ന നിലയിലുണ്ടായിട്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ദൈവം വിടുവിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആശ്വാസത്തോടു കൂടെയൊക്കെ ആയിരുന്ന സമയത്ത് ആരാധനയ്ക്ക് കടന്നു വന്ന് ഇവിടെ ആരാധിക്കാനായിട്ട് വന്ന സമയത്താണ് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. ദൈവം എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ദൈവം തന്നെയാണ്. പ്രിയ തമ്പിസാറിനെയും കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം ഈ കാര്യത്തിലെല്ലാം നന്നായിട്ട് ചെയ്യുന്ന ദൈവമാണ്. തുറന്ന് എല്ലാ ആശ്വാസവും അവർക്ക് നൽകുമാറാകട്ടെ. കർത്താവിനുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താൻ. നമ്മുടെ കർത്താവ് വേഗം വരും. വന്ന് കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന ദൈവമക്കളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളും. ക്രിസ്തുവിൽ മരിച്ചുപോയവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് എടുത്തുകൊള്ളപ്പെടുമെന്നുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ വചനം നമുക്ക് തന്നിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തരുണത്തിൽ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, പെരുകാവ് സഭയോടുള്ള ബന്ധത്തിലുള്ള ദുഃഖം പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, വിശേഷാൽ പ്രിയ കൃഷ്ണമ്മ സഹോദരിയോടുള്ള ബന്ധത്തിൽ ചില ഓർമ്മയുടെ വാക്കുകൾ പറയുവാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കൊച്ചു പ്രായം മുതൽ, എനിക്കൊരു 2-3 വയസ്സ് അറിവുള്ള പ്രായം മുതൽ ഈ പ്രിയ സഹോദരിയെ എനിക്ക് നല്ല പരിചയമാണ്. ചുരുക്കം ചില ഓർമ്മയുടെ വാക്കുകൾ ഞാൻ പറയട്ടെ. ഒന്ന്, നല്ല പാടാൻ കഴിവുള്ള ഒരു സഹോദരിയായിരുന്നു. മഹാകവി സൈമൺ സാറിൻ്റെ പാട്ട് മുതൽ പ്രസിദ്ധന്മാരായ പഴയകാല പിതാക്കന്മാരുടെ ഗാനങ്ങളെല്ലാം പ്രിയ സഹോദരിക്ക് അറിയാമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ സഭാഹാള്, ഒരു ചെറിയ സഭാഹാളുണ്ടെങ്കിൽ തന്നെയും നാലുമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കാറുള്ളത്. ആ കൺവെൻഷൻ ഒരു വലിയ കാലയളവ് വരെ അവിടെ വെച്ച് നടന്നിരുന്നു.
ആ കാലഘട്ടത്തിലുള്ള കൺവെൻഷനിൽ പാട്ട് പാടുന്ന 2-3 സഹോദരിമാർ ഉണ്ട്. അതിൽ ഒരാണ് ഈ സഹോദരി. മറ്റു സഹോദരിമാരൊക്കെയും ഓരോ കാലങ്ങളായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ വളരെയധികം ഗാനങ്ങൾ ആലപിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. എസക്കേൽ സാർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം സുവിശേഷം പറഞ്ഞാണ് ഈ സഹോദരി രക്ഷയെങ്കിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ട് പുറകിലാണ്. അതിൻ്റെ പുറകിലാണ് ഇവരുടെ കുടുംബ വീട്ടിലിരുന്നു കൊണ്ട് ഈ സഹോദരി പാടുന്ന പാട്ട് കേട്ടുകൊണ്ടാണ് പലപ്പോഴും എസക്കേൽ സാറും ഉണരുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. പിന്നെ സഹോദരിയെക്കുറിച്ച് ഓർക്കാനായിട്ടുള്ളത്, തമ്പി സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭവനങ്ങൾക്കും ഒരു അത്താണിയാണ്. ഈ ദേശത്തിലുള്ള സഭാവിഭാഗ വ്യത്യാസമന്യുള്ള എല്ലാ ഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്കൊരു അത്താണിയാണ്. എവിടെ ഒരു കഷ്ടം വന്നാലും ഓടിയെത്തുന്ന ഒരാളാണ്. അതുപോലെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് സുവിശേഷം പറയുവാൻ എല്ലാ ഭവനങ്ങളിലും കയറിയിറങ്ങും. അങ്ങനെ കൃഷ്ണമ്മ സഹോദരിക്ക് ആരോഗ്യമുണ്ടായിരുന്ന കാലത്തോളം അവർ ഓടി നടന്ന് സുവിശേഷം പറയുന്ന ഒരു സഹോദരിയായിരുന്നു. പിന്നെ അവരെക്കുറിച്ച് ഓർക്കുവാനായിട്ട് കഴിയുന്നത്, ഈ ആറാമട സഭയിൽ നല്ലൊരു സൺഡേ സ്കൂൾ നടന്നു വരുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യമുള്ള കാലത്തോളം അവർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെയും സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുകയാണ്. മറ്റൊരു കാര്യം ഓർക്കുവാനായിട്ടുള്ളത്, കഴിയുമെങ്കിൽ ആരാധന യോഗങ്ങൾ മുടക്കയില്ല. ഞായറാഴ്ച ആരാധന മാത്രമല്ല, ഇടയ്ക്കുള്ള മീറ്റിങ്ങുകളിലും അവർക്ക് അല്പമെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ അവർ പ്രാർത്ഥനാ മീറ്റിങ്ങിലും ബൈബിൾ ക്ലാസ്സുകളിലും അവർ മുടങ്ങുകയില്ല. ഈ അടുത്ത കാലത്ത് ശാരീരികമായ ക്ലേശമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഞായറാഴ്ച അല്പമെങ്കിലും എണീറ്റിരിക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ പ്രിയ സഹോദരി ആരാധന യോഗം മുടങ്ങുകയില്ല. സഭായോഗത്തെ അലക്ഷ്യമായിട്ട് വിചാരിക്കുന്ന ഒരു സഹോദരിയല്ല. പിന്നെയും ഈ സഹോദരിയെക്കുറിച്ച് ഓർക്കാനായിട്ടുള്ളത്, ദൈവവചനത്തിൽ നല്ല നിശ്ചയമുള്ള ഒരു സഹോദരിയായിരുന്നു. പലപ്പോഴും ദൈവവചനം സംസാരിക്കുവാൻ പ്രിയ തമ്പിസാറിനുള്ള തമ്പിസാർ ചിലപ്പോൾ ചില വാക്യങ്ങൾ എവിടെ കിടക്കുന്നു എന്ന് പരതുന്ന അവസരത്തിൽ പ്രിയ സഹോദരിയോട് ചോദിക്കും. അന്നേരം അവർ ഉടനെ പറഞ്ഞു കൊടുക്കും, ഇന്ന പുസ്തകം ഇത്ര അധ്യായമെന്ന്. അങ്ങനെ വചന നിശ്ചയമുള്ള, ദൈവവചനം അറിവുള്ള ഒരു സഹോദരിയായിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു കാര്യം ഓർക്കാനായിട്ടുള്ളത്, അവരുടെ മാതൃ അസംബ്ലി ഈ സഭയാണ്. മാതൃസഭയോട് ഇത്രമാത്രം കൂറുള്ള ഒരു സഹോദരി ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം മാതൃ അസംബ്ലി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. അവിടെയുള്ള ഓരോ വിഷയങ്ങളും അവരുടെ ജീവനാണ്. അവിടെയുള്ള മീറ്റിങ്ങുകളും അവിടെ പ്രാർത്ഥിക്കുക, സഭയോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുക, അവരുടെ പങ്ക് അത് പൂർണ്ണമായും നിവർത്തിക്കും. അങ്ങനെയുള്ള ഒരു സഹോദരിയായിരുന്നു. മറ്റൊരു കാര്യം, അതിഥി സൽക്കാരപ്രിയയായ ഒരു സഹോദരി. അവരുടെ വീട്ടിൽ എപ്പോൾ പോയാലും ഒരു ഗ്ലാസ് ചായ തരാതെ വിടത്തില്ല. പലപ്പോഴും ഞാൻ പറയും, ചേച്ചി ചായ ഒന്നും വേണ്ട, ഇല്ലെങ്കിൽ പറ്റേ ഒരു ഗ്ലാസ് കുടിച്ചേ പറ്റൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ ഭവനത്തിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ, കുറഞ്ഞ പക്ഷം കൊടുക്കാതെ വിടുകയില്ല. അത് അങ്ങനെ സർക്കാരപ്രിയയായ ഒരു സഹോദരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് വേദനയിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും, വാസ്തവത്തിൽ അവർ രോഗത്തിൻ്റെ കൂമ്പാരമായിരുന്നു. അവരുടെ കൊച്ചു പ്രായത്തിൽ തന്നെ ലോകം വിട്ട് കടന്നു പോകണമായിരുന്നു. അങ്ങനെ രോഗങ്ങളുടെ കൂമ്പാരമായിരുന്ന ഓരോ കാലഘട്ടത്തിലും അവർ ഒരിക്കലും നിരാശയുടെ ഒരു വാക്ക് പറയാറില്ല. എപ്പോഴും പ്രത്യാശയുടെ വാക്ക്, എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകൾ. ഒരാൾ അവിടുത്തെ ചെന്നാൽ അവർ വേദനയോടുകൂടെ ആയിരിക്കും ചെല്ലുന്നത്. ഈ സഹോദരിയുടെ വേദന കണ്ടു നിൽക്കാൻ വയ്യാത്ത സന്ദർഭത്തിലായിരിക്കും വളരെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ, സന്തോഷത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ എപ്പോഴും ഉരുവിടുന്ന ഒരു സഹോദരിയായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു സഹോദരിയാണ് നമ്മളെ വിട്ട് ഈ 11-ാം തീയതി കടന്നു പോയത്. ഈ സന്ദർഭത്തിൽ ഒരു വാക്യം, ബൈബിളിലെ വാക്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുകയാണ്. 116-ാം സങ്കീർത്തനം 15-ാം വാക്യം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ 2 തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ദൈവഭക്തന്മാരുടെ മരണം, 2 അവിശ്വാസികളുടെ മരണം. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. വിലയേറിയ ഒരു മരണം നമുക്ക് ലഭിക്കണമെങ്കിൽ വിലയേറിയ ഒരു ജീവിതം ആവശ്യമാണ്. ഭക്തനെ പോലെ ജീവിച്ചാലേ ഭക്തനെ പോലെ മരിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവർ അനേകരെ ഈ മാതാവിനെ പോലെ ഈ ലോകം വിട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ മാതാവിനെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അവർ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നും ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ഈ വഴികളിലേക്ക് വന്നു. അവരും പ്രിയ തമ്പിസാറുമൊക്കെ അവരുടെ പഴയ കാലഘട്ടത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും സുവിശേഷ നിമിത്തമുള്ളത് കുറേയൊക്കെ എനിക്കറിയാം. അത് നിമിത്തം നോക്കുക, ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി, അവർ ഇപ്പോൾ
അവരുടെ ഭൗതിക ശരീരമാണ് ഇവിടെ ശേഷിക്കുന്നത്. അവർ നിത്യയുടെ തുറമുഖത്ത് 11-ാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഒരു ഭക്തനെ പോലെ ഈ ലോകം വിട്ട് കടന്നു പോകണമെങ്കിൽ ഒരു ഭക്തനെ പോലെ മരിക്കാൻ ഇടയായിത്തീരണമെങ്കിൽ ഭക്തനെ പോലെ ജീവിക്കണം. അതെങ്ങനെ സാധിക്കും? വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇന്നേക്ക് 2016 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഭൂമിയിൽ വന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു. എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി യാഗമായി തീർന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ഒരു ദൈവപൈതലായി തീരും. അങ്ങനെ ഒരു ദൈവപൈതലായി തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദൈവപൈതലായി തീരുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ ദുഃഖിതരായെന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്ന ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ മാതാവിൻ്റെ മൃതദേഹത്തിൻ്റെ മുൻപാകെ ഈ രീതിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഞാൻ ഇവരുടെ പ്രിയ ഭവനത്തിൽ വെച്ച് ഓർപ്പിച്ച പോലെ ഏകദേശം 27 വർഷമായിട്ട് ഈ പ്രിയ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം എനിക്കിടയായിട്ടുണ്ട്. പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചായ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. പല കാര്യങ്ങളും ഞാൻ ഇവിടെ ഓർപ്പിക്കണമെന്ന് വിചാരിച്ച് പ്രിയ സഹോദരന്മാർ പറഞ്ഞതുകൊണ്ട് അതൊരു ആവർത്തന വില ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായ ഓർത്തുകൊണ്ട് ഞാൻ ആ വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നെ സന്തോഷിപ്പിച്ച പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ എന്നെ സന്തോഷിപ്പിച്ചായ ഒരു പ്രത്യേക കാര്യം, പ്രിയ മാതാവിനെ എപ്പോൾ കാണുമ്പോഴും പ്രിയ മാതാവ് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നമ്മെ സ്വീകരിക്കുന്ന ഒരു മാതാവായിരുന്നു. സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ സന്തോഷം ആവശ്യമാണ്. ഉള്ളിൽ സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായതിൻ്റെ പ്രധാന കാരണം പ്രിയമാതാവ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് സത്യ വെളിച്ചം ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത് മുഖാന്തരമായിട്ടാണ്. ആ സത്യ വെളിച്ചം ഈ ആറാമട ദേശത്ത് അവരുടെ ഭവനത്തിൽ വരുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അനേക ഭവനങ്ങളിൽ കയറിയിറങ്ങി ദൈവവചനം അറിയിക്കുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവൾ മുൻപന്തിയിലായിരുന്നു. പ്രിയമാതാവ് നമുക്ക് അനേകമായ നല്ല ആലോചനകൾ മൗനമായിട്ട് പറയുന്നുണ്ട്. പ്രിയമാതാവിനെ പിന്തുടരുവാൻ തക്കവണ്ണം ഉള്ളതായ അനേക കാര്യങ്ങൾ ശേഷിപ്പിച്ച് വെച്ചിട്ടാണ് ഈ മാതാവ് കടന്നുപോയിരിക്കുന്നത്. പ്രിയ തമ്പിസാറിനോടുള്ള ബന്ധത്തിൽ അനേക നാളുകൾ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സ്വന്തം മക്കളെ വളർത്തുന്ന രീതിയിൽ കൂട്ടു സഹോദരന്മാരുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം എൻ്റെ വൈഫ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. പ്രിയ തമ്പിസാറും പ്രിയ മാതാവും പ്രിയപ്പെട്ടവരുടെ മാതാവിൻ്റെ രോഗ അവസ്ഥയിൽ രാത്രി ഇടയാമങ്ങൾ ഒരു ദിവസമല്ല അനേക രാത്രികൾ അവരുടെ ഭവനത്തിൽ ആശ്വാസമായിട്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച സമയങ്ങൾ ഓർക്കുകയാണ്. പ്രിയ എൻ്റെ വൈഫ് എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം, തമ്പി സാറിനെക്കുറിച്ചും ജോസഫ് സാറിനെക്കുറിച്ചും പറയുമ്പോൾ അവർക്ക് നാവ് കൂടുതൽ ഉള്ളതായിട്ട് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആ രീതിയിൽ പ്രിയപ്പെട്ടവർക്ക് നല്ല മാതൃകയായിട്ട് ഈ പ്രിയ കുടുംബം ഇരിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ താഴെയുള്ള സഹോദരിയോടുള്ള ബന്ധത്തിൽ, അവരുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, അനുജന്മാരോടുള്ള ബന്ധത്തിൽ അവർക്കെല്ലാവർക്കും സർവാശ്വാസങ്ങളുടെയും ദൈവം ആവശ്യമായ സമാധാനത്താൽ, സന്തോഷത്താൽ, പ്രത്യാശയാൽ നിറയ്ക്കുമാറാകട്ടെ. പ്രിയമാതാവ് കാഴ്ചവെച്ച് പോയിരിക്കുന്നതായ പരസ്പരം സ്നേഹിക്കുവാനായിട്ടുള്ളതായ ആ ദൗത്യം ഇനി മക്കളിലേക്കാണ് പ്രിയമാതാവ് ഏൽപ്പിച്ചു പോയിരിക്കുന്നത്. ഈ പ്രിയമാതാവ് ചെയ്തതായ ആ ശുശ്രൂഷ ആ രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം മക്കളെയും കൊച്ചുമക്കളെയും തുടർന്ന് ദൈവം സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ളതായ സർവ ആ സ്നേഹവും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹാദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ജാതി വ്യത്യാസമൊന്നുമില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ സാധിക്കും. കൃഷ്ണമ്മ മാത്രമല്ല, തമ്പി സോദരൻ മാത്രമല്ല,
ആരായിരുന്നാലും കർത്താവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീർന്നാൽ അവരെല്ലാവർക്കും സ്വർഗത്തിൽ പോവാം. ഒരു വായു പോലും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും മാനസാന്തരപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വർഗത്തിന് എല്ലാ മഹത്വത്തെ വെടിഞ്ഞ് നമ്മെ തേടി ലോകത്തിൽ വന്ന് കാൽവരി കുരിശിൽ പരമയാഗമായി തീർന്ന് ദൈവമായതുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഞങ്ങൾ നമ്മളെ കാണുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുന്നു, എന്നെ വിശ്വസിപ്പിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ വിലയേറിയ വാഗ്ദത്തത്തിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുന്ന അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സഹോദരിയെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. 50 വർഷത്തിന് മേൽ പരിചയമുള്ളതാണ്. അവരുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നതെങ്കിലും കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും മാനിച്ചും കർത്താവിൻ്റെ പ്രിയമക്കളായി രണ്ടുപേരും ജീവിച്ചു. എൻ്റെ ആദ്യത്തെ ഭാര്യ വളരെ സീരിയസ് ആയിട്ട് രോഗത്തിലായിരുന്നപ്പോൾ എല്ലാ രാത്രികളിലും അവർ രണ്ടുപേരും വന്നു കർത്താവിനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് പോകുന്ന പതിവായിരുന്നു. അതുപോലെ എല്ലാ ഭവനങ്ങളിലും ഞാനും തമ്പി സഹോദരനുമായിട്ട് സുവിശേഷം അറിയിപ്പോൾ അടിപൊളിയെടുക്കെ പോകും. സഹോദരി എല്ലാ ഭവനങ്ങളിലും പോയി സുവിശേഷം അറിയിക്കും. അങ്ങനെ കർത്താവിൻ്റെ ഭവനമായി ആ ഭവനം തീർന്നിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ സ്വർഗരാജ്യം ആയിത്തീരുവാനായിട്ട് കർത്താവ് തൻ്റെ മക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ആ കാര്യത്തിൽ അവർ രണ്ടുപേരും സാക്ഷികളാണ്. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു. ദൈവത്തിൽ നിന്നുള്ള ഒരു ശബ്ദമാണ് ഇത്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ സഹോദരി കർത്താവിലാണ് മരിച്ചിരിക്കുന്നത്. അത് ഞായറാഴ്ചയാണ്. തൻ്റെ ആഗ്രഹപ്രകാരം ദൈവമക്കളുടെ ആ പാട്ടും പ്രാർത്ഥനയും കേട്ട് ആ സന്തോഷത്തിൽ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നത്. അത് കർത്താവ് സാധിച്ചു കൊടുത്തു. തൻ്റെ ഭക്തന്മാരുടെ മരണം കർത്താവിന് വിലയേറിയതാകുന്നു. വിലയേറിയ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടെ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് വരവിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം വീഴ്ചയിൽ നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനെ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും ആന്തക്കൊണ്ടും കർത്താവ് ചെയ്യും. ആ നാളുകളിൽ കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിനും സന്തോഷത്തിനും എൻ്റെ മകളെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. വന്നിരിക്കുന്ന അനേകരും ആ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മകളായി പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീർന്നാൽ അവർക്കും ഇതുപോലുള്ള സന്തോഷത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഈ വലിയ സന്തോഷത്തിലാണ്. ഇത് മരണമാണെങ്കിൽ മരണ വീടാണെങ്കിലും ഈ സ്വർഗ സന്തോഷമാണ് ഈ ഭവനത്തിൽ നളം കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ നമുക്കും സന്തോഷിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് മുഖത്തപ്പെടുത്തുന്നു. കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ അറിഞ്ഞ് ദൈവമക്കളായി തീർന്ന് അവരുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതി ജീവൻ്റെ പുസ്തകത്തിലെ പേരെഴുതി കാണാത്ത എവരെയും തീപ്പൊയിൽ തള്ളിയാണെന്ന് രണ്ടാം മരണമാണ്. അതിൽ പങ്കാളികളായി തീരാതെ വണ്ണം കർത്താവിൻ്റെ മക്കളായി തീരുമാനമായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിവർത്തി. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലും തീർത്തിടുവാൻ. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലും തീർത്തിടുവാൻ. വരുമൊരു രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം ആകവ തിങ്ങി ഭാരപ്പെടുമ്പോൾ. രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം ആകവ തിങ്ങി ഭാരപ്പെടുമ്പോൾ കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി. കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി ലോകത്തിലനുദിനം നടത്തിയിടും നാഥൻ.
കാഹളം മുഴങ്ങും, മരിച്ചോരുയർത്തും, മരണവും മാറി ഞാൻ ജീവനിൽ വാഴും. അഴിയുമെൻ ദേഹം പുഴു തിന്നാലും, അഴിയുമെൻ ദേഹം പുഴു തിന്നാലും, അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും. അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും. വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളകിലും തീർത്തിടുവാൻ വരുമൊരു നാൾ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ A.T. കുര്യൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, അടിയങ്ങൾക്ക് ഈ രീതിയിൽ ഇങ്ങനെ കൂടി വരുവാനായിട്ട് അവിടുന്ന് ഒരു സാവകാശം ഒരുക്കി തന്നു ഓർത്ത് സ്തോത്രം. അങ്ങയുടെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അടിയങ്ങൾക്ക് നൽകുന്ന ഓരോ സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. ദാസി കൃഷ്ണമ്മയുടെ സഹോദരിയുടെ കർത്താവെ ഈ ഭൂവാസം തീർന്ന് അങ്ങ് നിത്യനിവാസത്തിലേക്ക് ചേർക്കുവാനായിട്ട് അവിടുന്ന് ഹിതമായത് ഓർത്ത് സ്തോത്രം. ദാസിയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നു മാത്രമായിരുന്നു, വലിയവനായ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് മാത്രമായിരുന്നു. തൻ രോഗശൈലിയിൽ പല പ്രാവശ്യമായിരുന്നപ്പോഴും ഈ ലോകത്തിൻ്റെ ചികിത്സാ സമ്പ്രദായമോ മാനുഷികമായ ഹസ്തങ്ങളുടെ ബലമോ അല്ല എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകം എന്ന് ഉറച്ച് പറയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്ത് വിശുദ്ധന്മാരോട് കൂടി ആയിരിക്കുന്ന സമയത്ത് കർത്താവെ ഈ ഭൂമുഖത്തു നിന്നും നിത്യ രാജ്യത്തിലേക്ക് ചേർക്കുവാനായിട്ടുള്ള ആഗ്രഹത്തിനായിട്ട് സ്തോത്രം. അബ്രാഹാം ഏതൊരു രീതിയിൽ കർത്താവെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ആ പട്ടണത്തിനായിട്ട് കാത്തിരുന്നത് പ്രകാരം നിന്റെ ദാസിക്ക് കർത്താവെ കൊടുത്ത സകല സാവകാശങ്ങളെയും ജീവിക്കുവാനായിട്ട് ജീവിച്ചു തീർത്തു. എല്ലാം നന്നായി അങ്ങനെ ചെയ്തു, സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചു. ഈ പ്രാന്തപ്രദേശത്ത് കർത്താവിനെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിതത്തിൽ കൂടെ, അവരുടെ സാക്ഷ്യത്തിൽ കൂടെ, അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളിൽ കൂടെ, ശുശ്രൂഷകളിൽ കൂടെ മാത്രമല്ല കർത്താവെ, അവർ ചെയ്തായിരിക്കുന്ന ശുശ്രൂഷകൾ അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിരിക്കുന്ന ആ വലിയ കർത്താവെ ഉപഹാരങ്ങൾ എത്ര വലിയതാണ്. തിരുനാമത്തിന് സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഭക്തന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയത്, യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് പഴയ നിയമക്കാർ. കർത്താവെ ഭക്തന്മാർ പറഞ്ഞു പോയപ്പോൾ എങ്ങോട്ടെന്ന് പോകുന്നതെന്ന് ലക്ഷ്യമില്ലാതെ ആയിരുന്നു അവരുടെ യാത്ര. എന്നാൽ ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച ആ മധ്യസ്ഥത കർത്താവെ, അവൻ്റെ ഏകയാഗം മുഖാന്തരം സദാകാലത്തേക്ക് സൽഗുണസമ്പൂർണ്ണ വരുത്തി ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ദുഃഖമില്ലാത്ത, കണ്ണീരില്ലാത്ത, നെടുവെറിവില്ലാത്ത ദേശത്തേക്ക് പോകുവാനായിട്ട് നിൻ്റെ ദാസിക്ക് കൊടുത്ത സകല സാവകാശങ്ങളെ ഓർത്ത്, തക്ക സമയത്ത് കൊടുത്തതോർത്ത്, അങ്ങനെ നല്ല ഒരു യാത്രയയപ്പിനായിട്ട് കർത്താവെ അടിയങ്ങൾക്ക് കൂടി വരുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കിയതോർത്ത്, കൂടി വന്ന സകലരെ ഓർത്ത് സ്തോത്രം. ഇനിയും ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ മക്കളെ കർത്താവെ കൂട്ടുവരിക്കുകയും മാത്രമല്ല അനേകർക്ക് ദൈവമേ കർത്താവെയുള്ള ഒരു ബാന്ധവ്യം ഒന്നുകൂടെ ആ മുഖമൊന്ന് കണ്ടിട്ട് പുതുക്കട്ടെ, ഒന്നുകൂടെ സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആദ്യോടന്തം കർത്താവെ കൂടെ ഇരുന്നു കൊണ്ട് സകല ശുശ്രൂഷകളിലും തിരുനാമം മഹത്വപ്പെടണം. തിരുവചന ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണം. വചനം ഞങ്ങൾക്ക് കർത്താവെ കാലിന് ദീപമായിട്ട് തന്നെ ഇരിക്കണം. ഞങ്ങളുടെ പാതയ്ക്ക് ദൈവമേ വെളിച്ചമായിട്ട് അതിരിക്കണം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന നിൻ്റെ വചനവും നിൻ്റെ കാര്യാദികളും കൊണ്ട് കർത്താവെ ഈ ഹാള് നിറയുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനമഹത്വവും തൃപ്പാദങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ സഭാമധ്യത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽപ്പാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രിയ ബാബു വന്ന് രണ്ട് വാക്ക് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ കുടുംബമായി ഏറ്റവും അധികം സ്നേഹിച്ച ആ കർത്തൃദാസിയുടെ വിയോഗത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിൽ പങ്കെടുപ്പാൻ അടിയങ്ങൾക്ക് കൃപ ലഭിച്ച സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷം മുമ്പാണ് കൊല്ലത്തു നിന്നും ട്രാൻസ്ഫറായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്ന് കുറേ വർഷങ്ങൾ
ഈ ആറാമഴ വിശുദ്ധരുടെ ബന്ധത്തിൽ കൂട്ടായ്മ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത് അന്ന് തമ്പി സാറും കൃഷ്ണമ്മ സഹോദരിയും എല്ലാം ഞങ്ങളോട് വലിയ സ്നേഹമുള്ളവരായിരുന്നു. അതുമാത്രമല്ല, ചില വർഷങ്ങൾ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഒരു പാട്ട് പഠിപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അന്ന് എത്രയോ ദിവസങ്ങളിൽ ഈ കൃഷ്ണമ്മ സഹോദരിയുടെ കയ്യിൽ നിന്നും ചായയും പലഹാരങ്ങളെല്ലാം വാങ്ങി ഭക്ഷിപ്പാൻ അത്രമാത്രം സന്തോഷം, എന്തുമാത്രം ഞങ്ങളെ സ്നേഹിക്കുവാൻ ആ മുഖഭാവം തന്നെ എത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചിരുന്നത് ഞങ്ങൾക്ക് ഓർപ്പാൻ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അത് കണ്ണുകളിൽ ഇപ്പോഴും ഓർമ്മയാണ്. ഇത്രമാത്രം അത് ഈ ദേശത്ത് വിശ്വസ്തരായി ജീവിപ്പാൻ ഈ ദാസിക്ക് കൃപ ലഭിച്ചു. പ്രിയദാസനെയും ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇപ്പോൾ ക്ഷീണനാണ്, എന്നാൽ ഞങ്ങൾ വന്ന സമയത്ത് ഈ പ്രശസ്തമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളും ഓടിയിറന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പ്രിയമക്കൾക്ക് കൃപ കൊടുത്തു. ഞങ്ങളതെല്ലാം അവിടുത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ നമ്മുടെ കർത്തദാസിയെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. എന്നാൽ നമുക്കറിയാം കർത്തദാസി ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവ് നമ്മൾ സങ്കീർത്തനം പറയുന്നത് നമ്മുടെ നാളുകൾ എണ്ണുവാൻ നമ്മളെ പഠിപ്പിക്കണമെന്ന്. നമ്മൾ ഓരോരുത്തരും ഈ വഴിക്ക് പോകേണ്ടതിനുള്ള ചിന്ത നമുക്ക് വേണം, എനിക്കും വേണം. അതുപോലെ നമ്മൾ കർത്താവ് താൻ അവരുടെ കണ്ണീരിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും എന്നുള്ള വിലയേറിയ വാക്യം നമുക്ക് തന്നിട്ടുണ്ട്. ആ വിലയേറിയ പ്രത്യാശ നമ്മളോടുകൂടി ഇരിക്കും. ഇതാ ദൈവത്തോട് മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരുടെ കണ്ണീരെല്ലാം തുടച്ചു കളയും. നമ്മുടെ കണ്ണീരിനെ തുടയ്ക്കുന്ന കർത്താവുണ്ട്. കഴിഞ്ഞ ഈ ദിവസം നമുക്ക് അനധിവിദൂര ഭാവിയിൽ ഈ പ്രിയ കർത്തദാസിയോടൊത്ത് നമുക്ക് ഒരുമിച്ച് വാണ് കർത്താവിനെ സ്തുതിപ്പാൻ ഭാഗ്യം ലഭിക്കും. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാക്കന്മാരുടെ അവസാനത്തെ കണ്ണികൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളാണിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സ്മരണകൾ ഉണ്ട്, അതൊന്നും ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരി കൃഷ്ണമ്മ തൻ്റെ രക്ഷാനിർണയത്തെക്കുറിച്ചുള്ള സാക്ഷ്യം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അത്ഭുതകരമായ രീതിയിലാണ്. കാരണം മരണത്തിൽ നിന്നുള്ള വിടുതൽ നൽകുവാൻ കഴിയുന്ന കർത്താവിൽ വിശ്വസിക്കാമെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ മരിച്ചെന്ന് പറഞ്ഞതായിരിക്കുന്ന കൃഷ്ണമ്മ എഴുന്നേറ്റിരിക്കുന്നതാണ് പിന്നെ കണ്ടത്. ആ കർത്താവിനെ അന്ന് മുതൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയും വിശ്വസ്തയോടെ അനുഗമിച്ച കർത്തൃദാസി മരണത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവളല്ല. കാരണം തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവ് മരണത്തെ ജയിച്ച് ജയാളിയായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ആ കർത്താവ് വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്വമാണ്. അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതല് മരണമേ നിൻ്റെ ജയം എവിടെ, പാതാളമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് വെല്ലുവിളിക്കുവാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ സമയത്ത് എന്നെയും വിളിക്കും, തമ്പി സഹോദരനെയും വിളിക്കും. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തമ്പി സഹോദരനെ നടക്കാൻ വയ്യാഞ്ഞിട്ടും ഒത്തി എൻ്റെ ഭവനത്തിൽ വന്നു. ഞങ്ങൾ 74 മുതൽ ഞാനിവിടെയാണ് താമസിക്കുന്നത്. SKL സാറ് മുഖാന്തരമാണ് ഞാനിവിടെ വന്നത്. സാറ് പറഞ്ഞു വടക്കുനിന്ന് വരുന്നവരൊക്കെ 2 ആഴ്ച കൂടിയിട്ട് കഴിയുമ്പോൾ
ഇവിടെ നിന്ന് സ്ഥലം വിടും. പറഞ്ഞു ഞാൻ വരികയാണ്, സാറ് നോക്കിക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഇതുവരെയും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ സൗകര്യാർത്ഥം തിരുമലയാണ് കൂടി വരുന്നത്. എന്നാൽ ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമമായി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് ഇവിടുന്ന് ഭൗതിക ശരീരം ശേഷിപ്പിച്ച ആത്മാവ് കർത്താവിൻ്റെ അടുക്കലേക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയാണ്. അപ്പോൾ കൃഷ്ണമ്മ സഹോദരിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, മക്കളാരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആ വഴിയെ വന്നാൽ ആ കൃഷ്ണമ്മ സഹോദരി പോയ ആ സ്ഥലത്ത് ചെല്ലുവാൻ സാധിക്കുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ദുഃഖനായിരിക്കുന്ന തമ്പി സഹോദരന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകി കർത്താവ് വരും ദിവസങ്ങളിൽ വിളിക്കും വരെ വിശ്വസ്തനായി സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സർവ്വാശ്വാസങ്ങളുടെയും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരും കർത്താവിൽ പ്രസിദ്ധരുമായ ദേവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരനും കുടുംബത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും അങ്ങനെ അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റിപ്പീറ്റേഷന് ഞാൻ പോകുന്നില്ല. 36 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാനുണ്ടായ സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ ഈ ലോകത്തിൽ ആർക്കും വേണ്ടാത്തൊരു മഹാപാപിയായിരുന്നു. അദ്ദേഹം വിശുദ്ധനായ ഒരു മനുഷ്യന്, എൻ്റെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ലജ്ജ തോന്നി. കാരണം അദ്ദേഹം വിശുദ്ധനായി ജീവിക്കുന്നു, ഞാൻ മഹാപാപിയായി ജീവിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം മാറിപ്പോയി. ചില വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ചില വർഷങ്ങൾ ഒരുമിച്ച് ഈ പിന്നയ്ക്ക് മുകളിൽ സബ്സ്റ്റേഷനിൽ ജോലി ചെയ്യാനിടയായി. കർത്താവിൻ്റെ കൃപയാൽ അതിനു മുമ്പ് എന്നെ ദൈവം രക്ഷിച്ചു. അന്ന് മുതൽ ഈ കുടുംബവുമായിട്ട് അടുപ്പത്തിൻ്റെ നാളുകളായിരുന്നു. ഇന്നുവരെയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അവരെൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ആ സ്നേഹബന്ധം ഒരു ശാരീരിക സ്നേഹബന്ധം പോലെ, ഒരു സഹോദര ബന്ധം പോലെയല്ല, ഒരു ആത്മീയ സഹോദര ബന്ധം. പ്രിയ കർത്തൃദാസൻ തൻ്റെ ദാസിയുമായി കഴിയുന്ന ഭവനത്തിൽ ചെല്ലുമ്പോൾ വളരെ രോഗികളായും ക്ഷീണരായും ഇരിക്കുമ്പോഴും പ്രത്യാശയുടെ വാക്കുകളല്ലാതെ കേൾക്കുവാൻ എനിക്കിടയായിട്ടില്ല. അതിഥി സൽക്കാരം അവർ മറന്നുപോയിട്ടില്ല. അവർ അറിഞ്ഞ വിശ്വാസത്തിനൊത്തവണ്ണം വിശുദ്ധിയോടെ, ഭക്തിയോടെ, വേർപാടോടെ ദേശത്തിന് സാക്ഷ്യത്തിനായി മറ്റ് സഭകളിലെ അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ മറ്റൊരു സഭാവിഭാഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, വിഭാഗം കൂടാതെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. അവർ പ്രത്യാശ വെച്ച നാട്ടിലേക്ക് കടന്നുപോയി. എനിക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവിൻ്റെ വരവ് അധികം താമസിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിച്ചവരെ ഒരുമിച്ച് കാണുമ്പോഴുള്ള സന്തോഷം അതേറെ താമസിയാതെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. തമ്പി സാറിനോടും മക്കളോടും എനിക്ക് പറയാനുള്ളൊരു അമ്മയുടെ ആശ്ലേഷം, വാത്സല്യം ഈ ഭൂമിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ രക്ഷകനായ കർത്താവ് ആ ആശ്വാസവും ആശ്ലേഷവും ഒക്കെ തന്ന് നിങ്ങളെ സഹായിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവിൽ ആണല്ലോ നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. തൻ്റെ ദാസനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ
അങ്ങല്ലതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ അങ്ങല്ലതാരും ഇല്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ ഇന്നീകത്തിൽ നിന്നിലല്ലാതില്ല സന്തോഷം ജീവിതത്തിൽ ഇന്നീകത്തിൽ നിന്നിലല്ലാതില്ല സന്തോഷം ജീവിതത്തിൽ തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പണിയും നിന്നകളും തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പണിയും നിന്നകളും പ്രിയരെല്ലാം കൈവിടുമ്പോൾ പ്രതികൂലമായി മാറിയിടുമ്പോൾ പ്രിയരെല്ലാം കൈവിടുമ്പോൾ പ്രതികൂലമായി മാറിയിടുമ്പോൾ പ്രാണപ്രിയ നീയാകും പ്രാണിയെ നീയും കൈവിടുമോ പ്രാണപ്രിയ നീയാകും പ്രാണിയെ നീയും കൈവിടുമോ എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ